നമ്മളെ വിളിക്കുന്നു, ഒന്ന് ഒരു കഥയൊന്ന് കേട്ട് നോക്ക്, ഇഷ്ടപ്പെട്ടാൽ ചെയ്യൂ. നമുക്ക് ഇഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ അതൊരു റെസ്പെക്റ്റാണ്, നമുക്ക് ഇൻഡസ്ട്രി തരുന്ന റെസ്പെക്റ്റാണ്. എല്ലാ സിനിമയിലും അങ്ങനെ ഒരെണ്ണം കാണും, ഒരു പോലീസുകാരൻ കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാണും, ഒരു രാഷ്ട്രീയക്കാരൻ കാണും. എനിക്ക് പറ്റേ വെള്ളയും ആക്ഷൻ ഹീറോ വിജയ് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടി. പിന്നെ അതിനകത്തൊരു വളുപ്പനായിരുന്നു, അവിടെ നിന്ന് നല്ല ചെറിയനായി. അപ്പോൾ അങ്ങനെ ഒരു പ്ലേസ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേഷങ്ങൾ വരും. അപ്പോൾ തിരുവല്ലയിലെ മല്ലപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ജീവിക്കുന്ന ഞാൻ എങ്ങനെ സിനിമയിലെത്താൻ, നമുക്ക് ഒരാളെ പോലും പരിചയമില്ല. ട്രിവാൻഡ്രത്തോ എറണാകുളത്തോ കല്യാണങ്ങളൊക്കെ ആരുടെയെങ്കിലുമൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കല്യാണത്തിന് ഒരുങ്ങിപ്പോവല്ലോ. ഇത് പോകുന്നത് തന്നെ ഈ കല്യാണത്തിന് ഏതെങ്കിലും ഒരു സംവിധായകൻ വന്നാൽ മോന് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചൊക്കെ സിനിമയിലെത്തുന്ന സ്വപ്നങ്ങളാണ് നമുക്കുള്ളത്. ഇന്ദ്രൻ ചേട്ടൻ, നമ്മൾ ഇന്നിപ്പോൾ സിനിമകളിൽ കാണുന്ന സീരിയസ് ഇന്ദ്രൻ ചേട്ടനില്ല, പുള്ളി സീരിയസ് ആണ്, പക്ഷെ നമുക്ക് ചിരി വരും. ജഗദീഷ് ചേട്ടൻ നേരെ ഓപ്പോസിറ്റാണ്. ഐ മീൻ പഴയകാലത്തെ മണ്ടത്തരങ്ങൾ സീരിയസ് ആയിട്ട് പറയുന്ന ജഗദീഷ് ചേട്ടൻ. മമ്മി എന്നെ ഇടയ്ക്കിടയ്ക്ക് പറയടാ, പുതിയ പിള്ളേർ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുക, നിനക്കിനി ഇതിനകത്ത് വല്ല യോഗമുണ്ടോ, നീ വേറെ വല്ല പണിക്ക് പൊക്കൂടെ. ഞാനിങ്ങനെ ഡാൻസ് ചെയ്തിങ്ങനെ ഹാഫ് സിറ്റിംഗ് പോർഷനിൽ എത്തിയിട്ട് എന്തോ ചെയ്തുകൊണ്ടിരിക്കും, മുട്ടുവേദന കൂടിയിട്ട് ഞാനങ്ങ് വീണ് പുറയിലോട്ട്. ആ വീണത് കറക്റ്റ് പാട്ടിൻ്റെ എൻ്റെ ആയിരുന്നു. എന്നാ ടൈമിംഗ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊന്നും മുട്ടുവേദന കൂടി വീണതാണെന്നുള്ള രഹസ്യം ഞാൻ ഇപ്പോഴാണ് പറയുന്നത്. ഇവിടെ ഞാൻ വെളിപ്പെടുത്തുകയാണ്. നമസ്കാരം, ക്ലബ് എഫ്എമ്മിൽ നിന്ന് RJ വിജിതയാണ്. ഇന്ന് നമ്മൾ ഒരു പരിവാറിന്റെ വിശേഷം കേൾക്കാൻ പോവുകയാണ്. അതിൽ മെയിൻ ആക്ടറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന പ്രശാന്ത് അലക്സാണ്ടറാണ്. പ്രശാന്ത് ഏട്ടാ നമസ്കാരം. നമസ്കാരം. പരിവാർ ഫാമിലി തന്നെയാണ്. പരിവാറിന്റെ അർത്ഥം ഫാമിലിയാണ് ഹിന്ദിയിൽ. മലയാളത്തിൽ നമ്മൾ എഴുതുമ്പോൾ പരി മലയാളത്തിലും വാർ ഇംഗ്ലീഷിലുമാണ്. അപ്പോൾ കുടുംബത്തിലെ യുദ്ധങ്ങൾ എന്നുള്ളതായിരിക്കും അതിൻ്റെ അർത്ഥം. പരിവാർ എന്ന് പറയുന്നത് ഭാസ്കര പിള്ള എന്ന് പറയുന്ന അച്ഛനും അഞ്ചും ആൺമക്കളും. 5 ആൺമക്കളുണ്ട്. പക്ഷെ പുള്ളിക്ക് 2 ഭാര്യമാരിലാണ് ഈ 5 ആൺമക്കൾ. ഈ മക്കളുടെ ഒക്കെ പേരുകൾ പാണ്ഡവന്മാരുടെ പേരാണ്. മൂത്തയാൾ ധർമ്മന്, രണ്ടാമത്തെ ആൾ ഭീമൻ, മൂന്നാമത്തെ ആൾ അർജുനാണ് വരേണ്ടത്, പക്ഷെ അർജുനൻ ഇളയ മകനാണ് ആ പേരിട്ടത്. മൂന്നാമത്തെ ആൾ സഹദേവൻ, പിന്നെ നകുലൻ, പിന്നെ അർജുനൻ. ഇങ്ങനെ 5 ആൺമക്കളാണ്. മൂത്തയാള് ധർമ്മേട്ടൻ മരിച്ചുപോയി. ഈ പുള്ളിക്ക് കുടുംബസ്വത്വമായിട്ട് ഒരു ആനയെ കിട്ടിയായിരുന്നു. ആന ചവിട്ടി കൊന്നുപുള്ളി മെൻഷൻ ചെയ്യുന്നുണ്ട് ട്രെയിലറിൽ. അപ്പം മൂപ്പര് മരിച്ചുപോയി. രണ്ടാമത്തെ ആൾ ഭീമൻ ഇന്ദ്രൻ സേട്ടനാണ് ചെയ്തേക്കുന്നത്. സഹദേവൻ ജഗദീഷ് ചേട്ടൻ, നകുലൻ ഞാൻ. അർജുനൻ ചെയ്യുന്നത് പരിവാറിൻ്റെ സംവിധായകരായ ഉത്സവിൻ്റെയും ഫഹദിൻ്റെയും ആദ്യത്തെ സിനിമ ഡിജിറ്റൽ വില്ലേജ് എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. അതിലെ നായകന്മാരിൽ ഒരാളായിരുന്നു ഋഷിയാണ് അർജുനൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്നത്. ഇങ്ങനെ 5 മക്കളും വീട്ടിൽ ഒത്തുകൂടുന്നതാണ് ഈ കഥയുടെ സിനിമയുടെ പ്രമേയം. ഇത് നമ്മൾ മലയാളത്തിൽ കണ്ടിട്ടുള്ള പഴയകാല ചില സിനിമകളുടെയൊക്കെ ഛായ അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് ഇതിനകത്തുണ്ട്. ആ നൊസ്റ്റാൾജിയൊക്കെ നമ്മൾ ഉണ്ടാക്കാനാണ് അതേ കോൺസെപ്റ്റ് തന്നെ പിടിച്ചേക്കുന്നത്. പക്ഷെ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഈ കഥയിൽ ഈ സിനിമയ്ക്കുള്ളിലെ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇതെങ്ങനെയാണ് പോകുന്നതെന്നുള്ള, യുദ്ധം ഉണ്ടാകുന്നത് എങ്ങനെ, അത് പരിഹരിക്കപ്പെടുന്നത് എങ്ങനെ എന്നൊക്കെയുള്ള രസകരമായ ഇവന്റ്സിലൂടെ പോകും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഒരു മരണം കാത്തിങ്ങനെ നിൽക്കുകയാണ്. ജീവിച്ചിരിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലെന്ന് പറഞ്ഞ ഡയലോഗ് കേട്ടാൽ മനസ്സിലാവില്ലേ. അതൊരു ഭയങ്കര ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ലോകത്ത് നമ്മൾ കാണുന്നതാണ്, നമുക്ക് എത്രയോ കാലങ്ങളായിട്ട് നമ്മളിത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്നാലും വയ്യാതാവുമ്പോൾ ഓടി വരുന്നു, പിന്നെ ശരിയാവുന്നു, തിരിച്ചു പോകുന്നു. ആദ്യത്തെ പ്രാവശ്യമൊക്കെ നമുക്കിതൊരു സങ്കടവും പ്രയാസവുമാണ്. പിന്നെ ഈ സങ്കടവും പ്രയാസവും നമുക്ക് തലവേദനയായിട്ട് മാറും. അപ്പോൾ അറിയാതെ മനസ്സിൽ നിന്ന് വരുന്നൊരു ചോദ്യമാണ്, ജീവിച്ചിരിക്കുന്നതിനൊക്കെ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ലല്ലോ എന്ന് പറയുന്ന. അതായത് ഇതൊരു ഡാർക്ക് ഹ്യൂമറിലാണ് ഇത് മൊത്തം ട്രീറ്റ് ചെയ്തേക്കുന്നത്. ഈ മരണത്തിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുക, അതിലൂടെ തമാശ ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ ഇതിലേക്കുള്ളൊരു ഇൻവിറ്റേഷൻ വന്നത് ഞാൻ തന്നെ പോയി എനിക്കുള്ള ഇൻവിറ്റേഷൻ അയക്കുകയായിരുന്നു. ഞാൻ ഡിജിറ്റൽ വില്ലേജ് കണ്ടിട്ട് എനിക്ക് ആ സിനിമ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. കാരണം അത് സിനിമ ചെയ്യാൻ നടക്കുന്ന 3 സിനിമയുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ സിനിമ മനസ്സിൽ മാത്രമുള്ള 3 ചെറുപ്പക്കാർ ഒരു നാട്ടിൻപുറത്ത് സിനിമ ചെയ്യാൻ പോകുന്നതും അതിൽ ആ നാട്ടുകാരെ മുഴുവൻ അവർ പിടിച്ച് അഭിനയിപ്പിക്കുന്നു. അതായത് സിനിമയ്ക്ക് പുറത്തും സിനിമയ്ക്കകത്തും അത് തന്നെയാണ്. ഉത്സവം ഭാഗത്തും ഒരു ഗ്രാമത്തിൽ ചെന്നിട്ട് അവിടുത്തെ ആൾക്കാരെ വെച്ചിട്ട് ചെയ്തൊരു സിനിമയാണിത്. സിനിമയ്ക്കകത്തും അത് തന്നെയാണ്. അങ്ങനെ ഒരു ഗ്രാമം മുഴുവൻ ഡിജിറ്റലാവുന്നതൊക്കെയാണ് അതിൻ്റെ കഥ. അപ്പോൾ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവർ ഹൃദയത്തിൽ നിന്ന് ചെയ്തൊരു സിനിമയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ പുരുഷപ്രായതൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ വിളിച്ചിട്ട്
അവരോട് അവരെ വിളിച്ച് ഞാനിങ്ങനെ ഞാനാണെന്ന് പറഞ്ഞു. എനിക്ക് സിനിമ എൻ്റെ അഭിപ്രായം പറഞ്ഞു. ഇനി ഏതെങ്കിലും സിനിമ ചെയ്യുകയാണെങ്കിൽ അതിലേത് വേഷം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവരെന്നെ തിരിച്ചു പറഞ്ഞു, ചേട്ടാ ഞങ്ങൾ അവിടെ ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട്, പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യാനായിരുന്നത്. അതിനകത്ത് ചേട്ടനൊന്ന് കേട്ട് നോക്ക്, ചേട്ടന് പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്ക്. ചേട്ടനെയും ജഗദീഷ് ചേട്ടനെയും കിട്ടിയാൽ ഞങ്ങൾക്ക് ഈ സിനിമ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ജഗദീഷ് ചേട്ടനെ വിളിച്ച് പറയാം എന്ന് പറഞ്ഞു. എനിക്ക് ആ കഥ കേൾക്കാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ ജഗദീഷ് ചേട്ടൻ ആ കഥ ജഗദീഷ് ചേട്ടൻ്റെ അടുത്താണ് ഇവർ ആദ്യം പോയി കഥ പറയുന്നത്. ഞാനാണ് ജഗദീഷ് ചേട്ടനെ വിളിച്ച് പറഞ്ഞിട്ട് മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് ഇവർ പോയി ജഗദീഷ് ചേട്ടനോട് കഥ പറഞ്ഞു. ജഗദീഷ് ചേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞു, പ്രശാന്ത് കഥയൊക്കെ കൊള്ളാം, രസമുണ്ട്, ഇനി ഇതുവരെങ്ങനെ ചെയ്യും എന്നുള്ളതിനെ ആസ്പദമാക്കിയിരിക്കും. നമുക്ക് കോമഡി ആയതുകൊണ്ട് നമുക്ക് ജഡ്ജ്മെൻറ്റ് ഒന്നും പറ്റത്തില്ല, ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. രസമുണ്ട്, അവർ നന്നായി ചെയ്താൽ ഈ സിനിമ രസമായി വരും. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോഴും ഈ നിമിഷം നമുക്ക് പറയാനുള്ളത്. അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അലക്സാൻ എന്ന് പറഞ്ഞാൽ അലക്സാൻ രക്ഷാധികാരി ബൈജുവിൻ്റെ ഒക്കെ ഒരു പ്രൊഡ്യൂസറാണ് അലക്സാനെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് ഇവരെ അലക്സാൻ്റെ അടുത്ത് വിട്ടു. അലക്സാൻ അത് കഥ കേട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ഫ്രാഗ്രൻ്റ് നേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് അവരിലേക്ക് എത്തിച്ചു. അവർക്കും കഥ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഈ പടം ഓണാവുന്നത്. ഒരു തേടിപ്പോയ സിനിമ അല്ലേ? അപ്പോൾ ഞാൻ ഒരു ആങ്കറായിട്ട് ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ തന്നെ ഒരു സിനിമ എന്നുള്ള മോഹത്തോടു കൂടി തന്നെയാണോ പ്രശാന്ത് ഏട്ടൻ കരിയർ സ്റ്റാർട്ട് ചെയ്തത്? കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പം സിനിമ എന്ന് പറയുന്ന മോഹം ഒന്നുമില്ല. കാരണം 2002 നമുക്ക് എല്ലാവർക്കും ഈ കലാവാസന ഉണ്ടെന്ന് നമ്മൾ കോളേജിലും സ്കൂളിലും ഒക്കെ സ്റ്റേജിൽ കയറുന്ന ആളാണല്ലോ. സിനിമ നടനാവണം, സിനിമയിലൊക്കെ അഭിനയിക്കണം എന്നൊക്കെ നമുക്ക് എല്ലാവരെ പോലും നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അത് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ആഗ്രഹമല്ല. കാരണം സിനിമ കോടമ്പാക്കം എന്നൊക്കെ കേട്ടിട്ടുണ്ട്, അവിടെ എങ്ങാണ്ടാണ് ഈ സിനിമ കിടക്കുന്നത്. അപ്പോൾ തിരുവല്ലയിലെ മല്ലപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ജീവിക്കുന്ന ഞാൻ എങ്ങനെ സിനിമയിലെത്താണ്? നമുക്ക് ഒരാളെ പോലും പരിചയമില്ല. എന്നാലും ഈ അന്നൊക്കെ ഏതെങ്കിലുമൊക്കെ കല്യാണങ്ങൾ ട്രിവാൻഡ്രത്തോ എറണാകുളത്തോ കല്യാണങ്ങളൊക്കെ ആരുടെയെങ്കിലുമൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കല്യാണത്തിന് ഒരുങ്ങിപ്പോവല്ലോ. ഇത് പോകുന്നത് തന്നെ ഈ കല്യാണത്തിന് ഏതെങ്കിലും ഒരു സംവിധായകൻ വന്നാൽ, ഏതെങ്കിലും ഒരു സിനിമാക്കാരൻ വന്നാൽ, ആ കൂട്ടത്തിൽ എന്നെ കണ്ടാൽ മോന് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചൊക്കെ സിനിമയിലെത്തുന്ന സ്വപ്നങ്ങളാണ് നമുക്കുള്ളത്. അന്നത്തെ ഫോട്ടോ ഒക്കെ ഇപ്പോൾ ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഓർക്കും, ഞാൻ തന്നെയാണല്ലോ ഇതൊക്കെ ചിന്തിക്കും. അപ്പം അന്ന് അങ്ങനെ മോഹമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ഫാദറിൻ്റെ പ്രേരണയിൽ ഞാൻ മീഡിയ കമ്മ്യൂണിക്കേഷനാണ് പഠിക്കാൻ പോയത്. അപ്പോൾ അവിടെ വെച്ച് ഒരു TV ചാനലിൽ കോളേജിലൊരു ഫംഗ്ഷൻ കവർ ചെയ്യാമെന്ന് വഴി അവരെ കോളേജിലൊരു പ്രോഗ്രാം ചെയ്യുകയും അതിൽ ഞാൻ ആങ്കർ ആവുകയും അങ്ങനെ ഞാൻ TV-യിലെത്തി. എൻ്റെ ഷോ ഭയങ്കര ഹിറ്റായി. 2-3 വർഷത്തോളം അത് കണ്ടിന്യൂസ് ഡെയിലി. ഫസ്റ്റ് ഷോ എന്ന് പറയുന്ന ഒരു ക്യാമ്പസ് ഷോ ആയിരുന്നു നമ്മുടെ കോളേജിൽ ഷൂട്ട് ചെയ്തത്, ക്രേസി റെക്കോർഡ്സ് എന്നായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വാൽക്കണ്ണാടി തുടങ്ങുന്നത്. വാൽക്കണ്ണാടി ഒരു പുതിയ സ്ലോട്ട്. ഇന്ന് നമ്മൾ TV-യിൽ കാണുന്ന എല്ലാ റിയാലിറ്റി ഷോസിൻ്റെയും ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു. മാതാവാണ് വാൽക്കണ്ണാടി. ആ വാൽക്കണ്ണാടിയിൽ വരാത്ത ഒന്നും ഇന്നേ വരെ ഞാൻ വേറെങ്ങും കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ അത് തുടങ്ങി. TV-യിൽ വന്ന ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങിയപ്പോൾ നമ്മൾ കുറച്ചും കൂടെ അടുത്തു. അപ്പോൾ സിനിമ കോടമ്പാക്കത്തു നിന്നൊക്കെ കൊച്ചിയിലെത്തി. കോ ടു കോ. അപ്പം സിനിമ അടുത്തുണ്ട്, ഇനിയിപ്പോൾ സിനിമയിലൊക്കെ ഒന്ന് കയറാം. അപ്പം ഞാൻ ആഗ്രഹം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. എനിക്ക് ഫസ്റ്റ് ഇയർ 2002-ലാണ് പ്രോഗ്രാം തുടങ്ങുന്നത്. ഏതാണ്ട് 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നമ്മളിൽ അഭിനയിക്കാൻ അവസരം കിട്ടി. അത് ആദ്യത്തെ സിനിമ. പിന്നെ അങ്ങനെ പക്ഷേ ഏകദേശം ഒരു 23 years ആയില്ലേ ഇപ്പോൾ ഏറെക്കുറെ സിനിമയിൽ. പക്ഷേ ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് വെയിറ്റിംഗ് പീരീഡേ ഉള്ളൂ. അതെ, ഞാൻ അല്ലെങ്കിൽ അതായത് സിനിമ കോടമ്പാക്കത്ത് കിടക്കുന്ന എന്തോ ഒരു സാധനം എന്ന് മനസ്സിൽ വിചാരിച്ചിരുന്ന ഒരാൾക്ക് ഇത്രയും വർഷങ്ങൾ അതൊരു തപസ് പോലെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ അതിൻ്റെ ഒരു മോട്ടിവേഷൻ എങ്ങനെയാ? മോട്ടിവേഷൻ ഒന്നുമില്ല, അറിവില്ലായ്മയാണ്. ഒന്നാമത്തെ കാര്യം വേറൊരു പണിയും ചെയ്യാൻ അറിയത്തില്ല. പഠിച്ചത് മീഡിയ കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് ഞാൻ തന്നെ തീരുമാനിച്ചു മീഡിയയിൽ എന്തെങ്കിലും ചെയ്യാനുള്ള ജോലി, വേറൊരു ജോലിക്കും പോകത്തില്ല. അപ്പം മീഡിയയിൽ എന്ത് ചെയ്യും? അപ്പം ടെലിവിഷനിൽ നമ്മൾ നിന്നു. ടെലിവിഷനിൽ ഞാൻ ആ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ അസിസ്റ്റൻറ്റ് പ്രൊഡ്യൂസറുമാണ്. ആങ്കർ ചെയ്യുന്നുണ്ട്, ആങ്കറിങ് ചെയ്യുന്നു, അതൊരു ജോലി. അത് കഴിഞ്ഞ് ഈ ചെയ്ത സാധനങ്ങൾ എഡിറ്റിന് പോയിരിക്കുന്നു, പ്രൊഡ്യൂസറെ സഹായിക്കുന്നു, വേറെ സെഗ്മെൻറ്റ്സ് ഷൂട്ട് ചെയ്യാൻ പോകുന്നു, നമ്മളതിനെ ക്രിയേറ്റ്, എല്ലാ പണിയും ഞാൻ ചെയ്തു. ഇനി ഇതിൻ്റെ മുന്നോട്ടെന്താണ്? ഇതിൻ്റെ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഇത് മേളിലോട്ട് കയറി പോയാൽ മാക്സിമം ഇത്രയൊക്കെ എത്തത്തുള്ളൂ. അന്നത്തെ സാഹചര്യത്തിൽ ടെലിവിഷൻ്റെ ഒരു വളർച്ചയൊക്കെ നമ്മൾ അത്ര. അപ്പം
നമുക്ക് ആഗ്രഹം സിനിമയാണ്, അഭിനയിക്കുകയും ചെയ്യണം. അഭിനയം ഓൺ സ്ക്രീൻ വന്നുപോയി, പിന്നെ തിരിച്ചു പോകാനുള്ള മടി, വേറെ ഒരു ജോലി ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. ചെല്ലുമ്പോൾ എല്ലാവരും ചോദിക്കും പണ്ട് ടി വിയിലൊക്കെ ഉണ്ടായിരുന്നില്ലേ, ഇപ്പം ഒന്നും ഇല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അത് കേൾക്കണമല്ലോ. അപ്പോൾ എൻ്റെ അറിവില്ലായ്മ എന്ന് പറയുന്നത്, എനിക്ക് സിനിമ എങ്ങനെയാണ് സിനിമയിൽ അവസരങ്ങൾ കിട്ടുക എന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. കാരണം ടെലിവിഷൻ ആങ്കർ ആയത് എനിക്ക് ഇങ്ങോട്ട് വന്ന അവസരമാണ്. നമ്മൾ എന്ന് പറയുന്നത് ഈ പരിചയങ്ങളുടെ പുറത്ത് കിട്ടിയൊരു വേഷമാണ്. അത് കഴിഞ്ഞിട്ട് വന്നതൊക്കെയും ഇങ്ങനെ ഞാനൊരു ഫോൺ കോൾ ചെയ്യുന്നു, എനിക്ക് കിട്ടുന്നു. പിന്നീട് എനിക്കിത് കിട്ടാതെയപ്പോൾ ഇത് എങ്ങനെയാണ് സിനിമ, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട ജോലികൾ സിനിമയിൽ അഭിനയിക്കാൻ. അപ്പം ഞാൻ വിചാരിച്ചത് ഞാൻ അഭിനയിക്കുന്ന വേഷങ്ങൾ കണ്ടിട്ട് എനിക്ക് വേറെ വേഷങ്ങൾ വരുമെന്നുള്ളതായിരുന്നു. പക്ഷെ അത് അങ്ങനെ വന്നില്ല. അങ്ങനെയൊന്നും വരില്ല. നമ്മൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കി വരാൻ തന്നെ 10 വർഷം എടുത്തു. എന്തായിരുന്നു ഈ ശ്രമം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പെടും? അത് ഞാൻ ആക്ച്വലി ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇവിടെ കയ്യിൽ നിന്ന് ഫീസ് മേടിച്ചിട്ട് ചെയ്യാനിരിക്കുന്നൊരു കാര്യമാണ്. എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അതിങ്ങനെ വെറുതെ പറഞ്ഞ് കളയാനുള്ളതല്ല. ഞാൻ പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഒരാളുടെ വഴി ആയിരിക്കില്ല മറ്റൊരാളുടെ വഴി, പക്ഷേ കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ തെണ്ടാൻ തയ്യാറാവുക. തെണ്ടാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അവസരങ്ങൾ ചോദിക്കാൻ തയ്യാറാവുക, കൃത്യസമയത്ത് കൃത്യമായ സ്ഥലത്തെത്തുക എന്നൊക്കെ ഉള്ളത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ സിനിമ എന്ന് സിനിമ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയും സിനിമയിലെ മറ്റ് സൗഭാഗ്യങ്ങളെക്കാൾ കൂടുതൽ സിനിമയിൽ നല്ല വേഷങ്ങൾ കിട്ടണം. നല്ല വേഷങ്ങളായിരുന്നു എൻ്റെ പ്രയോറിറ്റി. അപ്പം ഞാൻ പോകുന്ന റൂട്ട് വേറെയാണ്. സിനിമയിൽ പ്രശസ്തിയും പണവുമാണ് ആഗ്രഹിക്കുന്നതിൽ അങ്ങനെ പോകുന്ന റൂട്ട് വേറെയാണ്. ഇതിനൊക്കെ വേറെ വേറെ റൂട്ടുകളാണ്. എന്നാലും കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഭയങ്കര അപ്ഡേറ്റഡ് ആയിരിക്കണം. ഏതൊക്കെ പ്രൊജക്റ്റുകൾ എവിടെയൊക്കെ നടക്കുന്നു എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിയണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ആരെയും നിസ്സാരമായി തള്ളിക്കളയാൻ പാടില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് എവിടെ നിന്നാണ് നമുക്ക് ഒരു ഗുണവും വന്നില്ലെങ്കിലും നമുക്ക് എന്തെങ്കിലും ദോഷം വരാൻ പറ്റും. അപ്പം നമ്മൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നമ്മളെല്ലാവർക്കും നമ്മൾ നല്ലതായിട്ട് നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം. നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആവാൻ പാടില്ല. ചിലപ്പോൾ നമ്മൾക്ക് കിട്ടിയ വേഷം വേറൊരാൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു അവസരത്തിൽ നമുക്ക് മാറി നിൽക്കേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് നല്ലൊരു അവസരം കിട്ടുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് നമുക്ക് ചെയ്യാൻ പറ്റാതെ വരും. അത് കുറേ കാലങ്ങളായിട്ട് കാത്തിരുന്നിട്ട് വന്ന അവസരങ്ങളായിരിക്കും അതൊക്കെ. ആ സമയത്തൊന്നും ഡീമോട്ടിവേറ്റഡ് ആവാതിരിക്കുക. നമ്മുടെ സുഹൃത്തുക്കൾ ചെയ്യുന്ന സിനിമകളിൽ നമുക്ക് വേഷങ്ങൾ ഇല്ലാതെ വരും. നമുക്ക് വളരെ അറിയാവുന്ന നമ്മളെ സഹായിക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ള ആൾക്കാർ ചെയ്യുന്ന സിനിമകളിൽ നമ്മളില്ലാതെ വരും. ഈ സമയത്തൊക്കെ നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആവാതിരിക്കുക. കാരണം അതിനൊക്കെയും ഒരു സാഹചര്യമുണ്ട്. അത് നമ്മൾ ഒരു കാര്യത്തിലേക്ക് പൂർണ്ണമായിട്ട് ഇറങ്ങുമ്പോഴേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. ആരും മനഃപൂർവ്വം നമ്മളെ വേണ്ടാന്ന് വെച്ചിട്ടായിരിക്കില്ല അത് നമുക്ക് കിട്ടാതെ പോകുന്നത്. അവർക്ക് അവരുടേതായിട്ടുള്ള വ്യക്തമായ കാരണങ്ങളുണ്ട്. ഇനിയും നമ്മളെ വേണ്ടാന്ന് വെച്ചിട്ട് മാറ്റി നിർത്തുന്ന ഒരാളാണെങ്കിൽ അതിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ വേദനിച്ചിട്ട് എന്ത് കാര്യം? ഇനി അവനെ പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതല്ലേ ഉള്ളൂ. പക്ഷേ ഒരു 90% ആൾക്കാരും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഭൂരിപക്ഷം ആളുകളും നല്ല ആൾക്കാരാണ്, നല്ല മനുഷ്യരാണ്. നമ്മൾ ചിന്തിക്കുന്നതാണ് അവർ മോശക്കാരാണെന്നുള്ളത്. ഭൂരിപക്ഷം ആൾക്കാരും നല്ല ആൾക്കാരാണ്. മനഃപൂർവ്വമായിട്ട് നമ്മളെ വേണ്ടാന്ന് വെക്കുന്നതോ നമ്മളെ മാറ്റി നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നതോ അല്ല. കാരണം നമ്മൾ അവരെക്കാളൊന്നും മുകളിലല്ല, നമ്മൾ താഴെയാണ്. അപ്പം നമ്മൾ താഴെ കിടക്കുന്നവരത്തിനെ വീണ്ടും ചവിട്ടേണ്ട കാര്യമില്ല. അങ്ങനെയൊന്നും ആരും ചെയ്യത്തില്ല. സാഹചര്യങ്ങളാണ്. ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കാനും ആ സാഹചര്യങ്ങളിൽ തളരാതെ നമ്മൾ കൂടുതൽ പോസിറ്റീവായിട്ട് നിൽക്കുകയും ചെയ്താൽ സാഹചര്യങ്ങൾ നമ്മൾക്ക് അനുകൂലമായിട്ട് വരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കാര്യം. ഓക്കെ. അങ്ങനെ ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായ ഒരാൾ, അല്ലെങ്കിൽ വെയിറ്റിംഗ് പീരീഡ് ആണ് കൂടുതൽ ഉണ്ടായെന്ന് പറയുന്ന ഒരാൾ, ഇപ്പം നമ്മൾ കാണുമ്പോൾ നാഗേന്ദ്രൻസ് ആണെങ്കിലും ഇപ്പോൾ പരിവാറാണെങ്കിലും ഒരു മുഴുനീള കഥാപാത്രങ്ങളിലൂടെ നമ്മൾ കാണുകയാണ്. അങ്ങനെ ഒരു ചേഞ്ച് വരുന്ന സമയത്ത് അതിനെങ്ങനെയാണ്, ആ ഒരു ഹാപ്പിനെസ് എങ്ങനെയാണ് ഡീൽ ചെയ്യണം? അവസരങ്ങൾ വിളി വരുമ്പോൾ ഭയങ്കരമായ ഒരു അംഗീകരിക്കപ്പെട്ടതിൻ്റെ സന്തോഷം എനിക്കുണ്ട്. കാരണം പുരുഷപ്രേതം എന്ന് പറയുന്നത് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത സിനിമയാണ്. അപ്പം അതിനെ നമ്മളൊരു വിളി വന്ന പോലെ ഒന്നും കാണുന്നില്ല. നമ്മളുടെ ഒരു ശ്രമം, അത് ബാക്ക് ഫയർ ചെയ്യാമായിരുന്നു. അത് എങ്ങനെയായിത്തീരുമെന്ന് നമുക്കറിയത്തില്ല. നമ്മളൊരു ശ്രമം നടത്തിയതാണ്. അത് കുറച്ച് പിള്ളേർ കൂടി ചെയ്തെടുത്ത അവരുടെ ആഗ്രഹം തീർത്തെന്നൊക്കെ. ഇപ്പം ഞാനങ്ങനെ എൻ്റെ ആഗ്രഹം തീർക്കാൻ വേണ്ടി ചെയ്തു, അല്ലെങ്കിൽ അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചു എന്ന് പറയുന്ന പോലെയുള്ളൂ. പക്ഷേ പുരുഷപ്രേതം സക്സസ് ആയി കഴിഞ്ഞപ്പോൾ അത് എല്ലാവരും ചർച്ച ചെയ്തപ്പോൾ
ഇന്ത്യയിൽ എമ്പാടുമുള്ള ക്രിട്ടിക്സ് അതിനെപ്പറ്റി നല്ലത് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഭയങ്കര പ്രതീക്ഷയായി. അങ്ങനെ പ്രതീക്ഷയിരിക്കുമ്പോഴാണ് നാഗേന്ദ്രനിലേക്ക് എന്നെ ആദ്യമായിട്ട് ഒരു ഡയറക്ടർ വിളിക്കുന്നത്, നിതിൻ രഞ്ജി പണിക്കർ വിളിക്കുന്നത്. എനിക്കത് ഭയങ്കര അംഗീകാരം. ദൈവം ഇങ്ങനെയാണോ കാര്യങ്ങൾ നടക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങി. അതായത് നമ്മളെ വിളിക്കുന്നു, ഒരു കഥയൊന്ന് കേട്ട് നോക്ക്, ഇഷ്ടപ്പെട്ടാൽ ചെയ്യൂ. നമുക്ക് ഇഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ അതൊരു റെസ്പെക്റ്റാണ്, നമുക്ക് ഇൻഡസ്ട്രി തരുന്ന റെസ്പെക്റ്റാണ്. അപ്പോൾ അവിടെ പോയി ഞാൻ ആ കഥ കേട്ടു. ആ വിളിക്കുന്ന മൊമെൻറ്റിൽ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷം ഒരു സന്തോഷമാണ്. അതെനിക്ക് എന്നെ വിളിക്കുന്ന എല്ലാ പടങ്ങളിലും എനിക്ക് ആ സന്തോഷം കിട്ടാറുണ്ട്. ആ സന്തോഷം ആ മൊമെൻറ്റിലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ടെൻഷൻ തുടങ്ങും, ഇനിയും ഞാൻ എങ്ങനെ ഇത് പുരുഷപ്രേതം എന്ന് പറയുന്നത് അത്രമാത്രം ആഗ്രഹത്തിൽ ചെയ്തൊരു പടമാണ്. അതുകൊണ്ട് ഞാൻ പോലും അറിയാതെ പല കാര്യങ്ങളും നന്നായി വന്നിട്ടുണ്ട് എൻ്റെ ഏരിയയിൽ. പ്രശാന്ത് കൃത്യമായി പ്ലാൻ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത സിനിമയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ അഭിനയിച്ച് പുൾ ഓഫ് ചെയ്ത ഒരു ക്യാരക്ടറാണ്. അതിനകത്ത് പല കാര്യങ്ങളും ഞാൻ അറിയാതെ ചെയ്തു പോയിട്ടുണ്ട്, അറിയാതെ നന്നായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ നാഗേന്ദ്രൻ എന്ന് പറയുമ്പോൾ നാഗേന്ദ്രൻ തൊട്ട് അങ്ങോട്ടുള്ള എനിക്ക് കിട്ടിയ അവസരങ്ങളെന്ന് പറയുന്നത് എന്നിൽ നിന്ന് എന്തോ പ്രതീക്ഷിച്ചിട്ടാണ് ഇവർ വിളിക്കുന്നത്. ആ പ്രതീക്ഷ എന്താണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല, കാരണം നമുക്ക് നമ്മളെ അസസ് ചെയ്യാൻ അറിയത്തില്ലല്ലോ. അതെന്താണെന്ന് അറിയാം. പിന്നെ ഇത് എങ്ങനെ ആ പ്രതീക്ഷ നമ്മൾ കാത്തു സൂക്ഷിക്കുക, എങ്ങനെ ഇത് ചെയ്യും. അപ്പം നാഗേന്ദ്രൻ ഞാനങ്ങ് ചെയ്തു. ഞാൻ ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു. എനിക്ക് അവിടുന്ന് അങ്ങോട്ട് എനിക്ക് സ്ക്രിപ്റ്റുകൾ കിട്ടി തുടങ്ങി. സ്ക്രിപ്റ്റ് ഫുള്ള് വായിച്ചു, കഥാപശ്ചാത്തലം മുഴുവൻ മനസ്സിലായി. സംശയങ്ങൾ നിതിനോട് ചോദിച്ചു, നിതിൻ സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് പറഞ്ഞു തന്നു. പിന്നെ നിതിൻ എനിക്ക് ഒരു കുറുക്ക് വഴി പറഞ്ഞു തന്നിരുന്നു. നിതിൻ്റെ മനസ്സിൽ ഈ നാഗേന്ദ്രനും സോമനും രണ്ടുപേർക്ക് പുള്ളി മനസ്സിൽ വെച്ചിരുന്ന രണ്ട് നടന്മാരുണ്ടായിരുന്നു. അവരിന്ന് ജീവനോടുള്ള നടന്മാരല്ല. അവർ ഇപ്പം ഭരത് ഗോപിയും നെടുപിടി വേണു പഴയ സിനിമകളിൽ അത് തന്നെയാണ് ഇത് എന്ന് പറയുന്ന ഒരു വെളിച്ചം എനിക്ക് അടിച്ചു തന്നിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ക്ലാരിറ്റി കിട്ടി. ഞാൻ ആ പടം ഫുള്ള് അത് മൊത്തം ചെയ്തു. അതിൻ്റെ റിസൾട്ട് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എല്ലാ പ്രൊജക്റ്റുകളും ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി എന്നുള്ളത്. കാരണം കൃത്യമായി മനസ്സിലാക്കുക, സംശയങ്ങൾ ചോദിക്കുക, മാക്സിമം ഇന്നാവാൻ ആ ക്യാരക്ടറിലേക്ക് ഇന്നാവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ റിസർച്ചുകളും ചോദ്യങ്ങളും നടത്തുക. ആ ക്യാരക്ടർ നമ്മുടെ ഉള്ളിൽ കൃത്യമായി മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെരുമാറുന്ന അയാളെപ്പോഴായിരിക്കും എന്നുള്ളത്. ശരി, ഒരു കരിയർ ബ്രേക്ക് ആയത് അപ്പോൾ ശരിക്കും പുരുഷപ്രേതം തന്നെയായിരുന്നു. സ്വയം നിങ്ങൾ കുറച്ച് 2-3 പേര് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. അപ്പോൾ അതാണ് ഒരു കരിയർ ബ്രേക്ക് ആയത്, അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ ആ ഒരു ലാഞ്ചന കിട്ടി തുടങ്ങിയായിരുന്നു. ഓപ്പറേഷൻ ജാവയൊക്കെ ചെയ്തപ്പോൾ എന്നെ ഒരിക്കലും മീൻസ് അത്രയും ലെങ്തിലേക്ക് ഞാൻ ആദ്യമായിട്ട് ഒരു ലെങ്തി റോൾ ചെയ്യുന്നത് ഓപ്പറേഷൻ ജാവയാണ്. മധുരരാജയിലും ഞാൻ വേഷം ചെയ്ത പക്ഷേ അതൊരു ഏരിയയിൽ മാത്രം വന്ന് പോകുന്നൊരു ക്യാരക്ടറാണ്. പക്ഷേ അതിന് ഫുൾ ലെങ്ത് കിട്ടുന്നത് ഓപ്പറേഷൻ ജാവയാണ്. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്കൊരു പ്ലേസ്മെൻ്റ് ആയി. ചൊറിയൻ പരിപാടികൾ, ഇറിറ്റേറ്റിംഗ് അപ്പം എല്ലാ സിനിമയിലും അങ്ങനെ ഒരെണ്ണം കാണും. ഒരു പോലീസുകാരൻ കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാണും, ഒരു രാഷ്ട്രീയക്കാരൻ കാണും. എനിക്ക് പറ്റേ വെള്ളയും ആക്ഷൻ ഹീറോ ബിജു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടി. പിന്നെ അതിനകത്തൊരു വളുപ്പനായിരുന്നു, അവിടെ നിന്ന് നല്ല ചെറിയനായി. അപ്പോൾ അങ്ങനെ ഒരു പ്ലേസ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേഷങ്ങൾ വരും. ചിലർ പോലീസായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കുറേ പോലീസ് വേഷങ്ങൾ. ഞാൻ ചോദിക്കുന്നത് പോലീസ് വേഷമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല എനിക്ക് യൂണിഫോം ഇട്ടിട്ട് ഓൺ സ്ക്രീൻ വരാൻ പറ്റുമെന്ന്. പക്ഷേ ഓപ്പറേഷൻ ജാവയിൽ അത് ചെയ്തു കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് പോലീസ് വേഷങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വരാൻ തുടങ്ങി. അങ്ങനെ ഒരു പ്ലേസ്മെന്റ് ആയി. പിന്നെ അതിൽ നിന്ന് ഇപ്പം ഹീറോ ആയിട്ട് അല്ലെങ്കിൽ സെൻട്രൽ ക്യാരക്ടറായിട്ടൊരു വേഷം ചെയ്തിട്ട് അത് നല്ല അഭിപ്രായം വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു ഓപ്ഷനായി മാറുകയാണല്ലോ. സെൻട്രൽ ക്യാരക്ടർ ചെയ്യാൻ ഒരാളും കൂടെ ആയി എന്ന് പറയുന്നത്. പക്ഷേ പുരുഷപ്രേതം തിയേറ്ററിൽ റിലീസ് ചെയ്യുകയും തിയേറ്ററിൽ ഒരു വിജയമാവുകയും ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ അത് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് രജിസ്റ്റർ ആയിരുന്നു. പക്ഷേ നമ്മൾ OTT റിലീസായിരുന്നു. നല്ല വരവേൽപ്പ്. OTT റിലീസിൽ ഭയങ്കരമായിട്ട് ധാരാളം ആൾക്കാർ കണ്ടിട്ടുള്ള ഇപ്പോഴും മെസ്സേജസ് അതിൻ്റെ വരാറുണ്ട്. അപ്പോൾ അത് സന്തോഷമാണ്. ഇനിയും സെൻട്രൽ ക്യാരക്ടർ മാത്രമേ ചെയ്യൂ എന്നല്ല അതിൻ്റെ അർത്ഥം. എനിക്ക് കിട്ടുന്ന എല്ലാ വേഷങ്ങളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പരിവാറിലേത് ഓൾമോസ്റ്റ് പരിവാറിൽ അങ്ങനെ ഒരു നായകനില്ല. പരിവാറിൽ 5 മക്കളും 4 മക്കളും മരിച്ചുപോയ ആൾ സ്ക്രീനിലില്ല. അതുകൊണ്ട് ബാക്കി 4 പേരും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ആ കുടുംബമാണ് അതിലെ ഹീറോ. പിന്നെ മരണമാസം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു 5 സീൻ 6 സീൻ വരുന്നൊരു ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. ബേസിലിൻ്റെ സിനിമ.
പിന്നീട് ആസിഫിൻ്റെ കൂടെ സർക്കീട്ട് എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ടുണ്ട്. അതിനകത്തും ഈ പറയുന്ന പോലെ മെയിൻ ക്യാരക്ടേഴ്സ് ആസിഫും ദീപക് പറമ്പോലും ദിവ്യപ്രഭയാണ്. ഞാൻ സെക്കൻഡറി കാസ്റ്റിൽ വരുന്നൊരു വേഷമാണ്. എനിക്ക് സിനിമകളുടെ ഭാഗമായി നിൽക്കണമെന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാതെ സെൻട്രൽ ക്യാരക്ടറെന്നോ ചെറിയ ക്യാരക്ടറെന്നോ അങ്ങനെ ഒന്നുമില്ല. സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കണം. പക്ഷേ ഇപ്പം സിനിമയിലുള്ള ആൾക്കാർ, തിരക്കഥാകൃത്തുകളാകട്ടെ, സംവിധായകരാകട്ടെ, നിർമ്മാതാക്കളാകട്ടെ, എന്നെ കുറച്ചും കൂടി ഉത്തരവാദിത്തമുള്ള വേഷങ്ങളിലേക്കാണ് വിളിക്കുന്നത്. അപ്പോൾ അത് ഒരു സന്തോഷകരമായ ഒരു കാര്യമാണ്. ആൾക്കാരുടെ റെസ്പോൺസ് എങ്ങനെയുണ്ട് ഇപ്പോൾ? നല്ലതാണ്. മുമ്പത്തെ ഞാൻ പുരുഷപ്രേതം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു വലിയ സത്യം മനസ്സിലായത്. ഞാൻ ഈ ആക്ഷൻ ഹീറോ ബിജു കഴിഞ്ഞതിന് ശേഷം ഞാൻ എവിടെ ചെന്നാലും ആൾക്കാർ ജോസ് പൊറ്റക്കുഴി മറ്റേ ആക്ഷൻ ഹീറോ ബിജുവിൽ അഭിനയിച്ച ആളല്ലേ എന്നൊക്കെ ചോദിച്ച് പരിചയപ്പെടും. മധുരരാജയിൽ സണ്ണി ലിയോണിലൂടെ ഡാൻസ് കളിച്ച ആളല്ലേ എന്നൊക്കെ ചോദിക്കും. സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആളല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ എൻ്റെ വിചാരം ആസ് ആൻ ആക്ടർ ഞാൻ ആൾക്കാരുടെ ഇടയിൽ രജിസ്റ്റർ ആയിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന അങ്ങനെയാണ് നമ്മളോട് ഇത് ചോദിക്കുമ്പം. പുരുഷപ്രേതം ചെയ്ത് കഴിഞ്ഞ് എൻ്റെ വൈഫ് പറഞ്ഞൊരു ഇൻസിഡൻ്റാണ്. പുരുഷപ്രേതം വൈഫ് തിരുവല്ല മർത്തോമ കോളേജിലെ അധ്യാപികയാണ്. അപ്പം പുള്ളിക്കാരുടെ അടുത്ത് ആരോ പുള്ളിക്കാരിയെ പരിചയപ്പെടുത്തിയാണ്. ഇങ്ങനെ പ്രശാന്തനെ അറിയത്തില്ലേ, പണ്ട് ചെറിയ ചെറിയ വേഷമൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള, ഇപ്പം വലിയൊരു വേഷം പുരുഷപ്രയത്തിൽ ചെയ്തു. ഇപ്പം ഹീറോ ആയിട്ട് ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്ത് നടന്നിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ പുള്ളി ഒരു മെയിൻ റോൾ ചെയ്തു എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോൾ ആണ് ഞാൻ പോലും റിയലൈസ് ചെയ്യുന്നത് ഞാൻ ചെയ്തൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളായിരുന്നു എന്നും സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങളിൽ വന്നു പോകുന്ന ഒരാൾ എന്നുള്ള അങ്ങനെയാണ് പറഞ്ഞത്. സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങളിൽ വന്നു പോയിരുന്നൊരു നടൻ എന്ന് പറഞ്ഞ് പുരുഷപ്രായത്തിൽ ഒരു ഫുൾ ലെങ്ത് ചെയ്തപ്പോഴാണ് അവർ പോലും ഒരു ഫിലിം ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മളെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയത്, ആ ചേഞ്ച്. അപ്പോൾ അപ്പോഴാണ് ഞാൻ ആ പറഞ്ഞതിനകത്തുനിന്ന് ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എത്ര നാൾ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്താലും നമ്മളെ ഒരു സിനിമാ നടനായിട്ട് ചിലപ്പോൾ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. പലർക്കും നമ്മളുടെ പേര് അറിയണമെന്നുണ്ടാവില്ല. ചിലർക്ക് നമ്മളെ ഇഷ്ടമായിരിക്കും. സിനിമ അത്ര കീനായിട്ട് വാച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ നമ്മളെ ഇഷ്ടമായിരിക്കും. ഓർഡിനറി സിനിമ ചെയ്തപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം ഓർഡിനറിയിൽ കഥയുടെ ഒരു ഏരിയ തൊട്ട് ഒരു ഏരിയ വരെ ഈ ജീപ്പ് ഡ്രൈവർ, കോഴി ജീപ്പിൻ്റെ ഓടിക്കുന്ന ഡ്രൈവറിനെ തപ്പിയിട്ടാണ് കഥ പോകുന്നത് തന്നെ. അപ്പം വൺ ലൈനിലുള്ള ക്യാരക്ടറാണ്. അപ്പോൾ ആൾക്കാർ എന്നെ റെക്കഗ്നൈസ് ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യണമല്ലോ, ഇയാളാണല്ലോ കൊണ്ടുപോയത്. അപ്പം ഞാൻ നല്ല വേഷമാണ്, ഡെഫിനറ്റ്ലി നല്ല വേഷമാണ്. അത് കണ്ടിട്ട് എന്നെ ഒത്തിരി ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറേ കാലം കഴിഞ്ഞിട്ട് ഞാൻ ഓർഡിനറിയിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓർഡിനറിയിൽ ഏത് വേഷമായിരുന്നു എന്ന് എന്നോട് ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞു ഓർഡിനറിയിലെ വില്ലൻ ആസിഫ് അലി അല്ലേ. ഞാൻ പറഞ്ഞു ആസിഫ് അലി വില്ലനാവുന്നതിന് മുമ്പ് ആരായിരുന്നു അത് എന്ന് പറഞ്ഞിങ്ങനെ ചിന്തിച്ച് ഞാൻ പറഞ്ഞു ഒരു കോഴി വണ്ടി വന്നിട്ട് ആ വണ്ടിയിലെടുത്തിട്ടുകൊണ്ട് പോയിട്ട് പിന്നെ ആസിഫ് ഇയാളും കൂടാണ് അയാളെ ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞു കൊടുക്കേണ്ട വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് മെജോറിറ്റി ഓഫ് ആൾക്കാർക്കും അത് ജസ്റ്റ് ഒരു ക്യാരക്ടറാണ്, അത് ചെയ്യുന്ന ആളെ പോലും ശ്രദ്ധിക്കില്ല എന്ന് പറയുന്നത്. പിന്നീട് നമ്മളൊരു വലിയ ക്യാരക്ടേഴ്സിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാസ്റ്റ് ചെയ്യപ്പെടുകയും നമ്മളുടെ മുഖം പോസ്റ്ററുകളിൽ വരികയും ട്രെയിലറുകളിൽ വരികയും സിനിമ കാണാത്ത ആൾക്കാർക്ക് പോലും നമ്മളെ കാണാനുള്ള അവസരം ഉണ്ടായി വരികയും ചെയ്യുമ്പോഴാണ് നമ്മൾ രജിസ്റ്റർ ആവുന്നതും നമ്മളൊരു ഫിലിം ആക്ടറായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നതും എന്നൊക്കെ. ഇതാണ് കൺവെൻഷണൽ വേ. ഇപ്പോൾ അതിലൊത്തിരി മാറ്റം വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയകളും ഒക്കെ ഒത്തിരി വന്നതുകൊണ്ട്. ഈ ചെറിയ വേഷങ്ങൾ ചെയ്തിരുന്ന ഒരു കാലത്തുള്ള ഒരു സ്ട്രഗിൾസ് എന്തൊക്കെയാണ് ഒരു ആർട്ടിസ്റ്റ് നേരിടുന്നത്? ശരിക്കും അവസരങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ്, അത് തന്നെയല്ലേ സ്ട്രഗിൾ. നമ്മൾ അതിനു വേണ്ടിയല്ലേ ശ്രമിക്കുന്നത്. അതപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി എയിം ചെയ്ത് നിൽക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ എല്ലാവരുടെ അടുത്തും ബോധിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ നമ്മൾ ഓക്കെ ഞാൻ സിനിമ ചെയ്യുന്നു, അപ്പോൾ എപ്പോൾ നല്ല ക്യാരക്ടർ എന്നുള്ള ആ ഒരു സാധനത്തിന് ഇടയ്ക്ക് ഉത്തരം കൊടുക്കേണ്ടി വരാറുണ്ടോ? അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവാറുണ്ട്? പിന്നെ എല്ലാ വീട്ടിലും ഉണ്ടാകത്തില്ലേ. അതിപ്പം നമ്മൾ സിനിമ എന്നുള്ളത് നോക്കണ്ട, നമ്മൾ വേറെ ഏത് മേഖലയിൽ ജോലി ചെയ്താലും ജോലിയില്ലാതെ കുറച്ചാൾ വീട്ടിൽ നിൽക്കുമ്പോൾ എന്താ നിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്ത് ചൂടൻ എന്ന് വീട്ടുകാരെന്തായാലും ചോദിക്കത്തില്ലേ. അതുപോലത്തെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എൻ്റെ ഭാര്യ വീട്ടുകാരോ എന്നെ അത് ചോദിച്ച് വേദനിപ്പിച്ചിട്ടില്ല. എൻ്റെ അമ്മ മാത്രം. മമ്മിക്ക് മാത്രം. അമ്മമാർക്കാണല്ലോ മക്കളെ പറ്റി ഏറ്റവും കൂടുതൽ ആദി. അപ്പം ഇവൻ ഇനി രക്ഷപ്പെട്ടിട്ടിരിക്കണ ഇവൻ ഇങ്ങനെ ഒന്ന് മമ്മി എന്നെ ഇടയ്ക്കിടയ്ക്ക് പറയടാ പുതിയ പിള്ളേർ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുക, നിനക്കിനി ഇതിനകത്ത് വല്ല യോഗമുണ്ടോ, നീ വേറെ വല്ല പണിക്കും പൊക്കൂടെ, അല്ലെങ്കിൽ പ്രായം കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ ആ ജോലിയും കിട്ടത്തില്ല. ഞാൻ പറയുമ്പോൾ
എങ്ങനെ മനസ്സിലായി? ഞാനൊരു ടീച്ചറുടെ മോളാണ്, അതുകൊണ്ട് മനസ്സിലായി. ഈ സ്ഥിര വരുമാനം കിട്ടി വന്ന ആൾക്കാർക്ക് മക്കളും സ്ഥിര വരുമാനത്തിൽ പോകണമെന്നുള്ള വലിയ ആഗ്രഹമാണ്. പക്ഷെ ഇപ്പൊ മമ്മിക്ക് ഓക്കെയാണ്. ഇപ്പൊ നമ്മൾ പണിയില്ലാതെ വീട്ടിൽ നിൽക്കുന്നതാണ് മമ്മിക്ക് സന്തോഷം. ശരി, മമ്മിക്ക് മനസ്സിലായി ഈ ജോലി ചെയ്ത് പുറത്തു പോയ മക്കളുള്ള പല ആൾക്കാരും മമ്മിയുടെ സുഹൃത്തുക്കൾ. അപ്പം മമ്മിക്ക് മനസ്സിലായി വയ്യാതാവുമ്പം അടുത്ത് നിൽക്കുന്നത് മാത്രമേ. ഞാനപ്പോൾ ഇപ്പം ചോദിക്കും അമേരിക്ക. ഇപ്പം മമ്മിക്ക് കഴിഞ്ഞ ആഴ്ച മമ്മി പെൻഷൻ മേടിക്കാൻ നാട്ടിൽ പോയപ്പം പെൻഷൻ മേടിച്ച് തിരിച്ച് പുള്ളിക്കാരി നടന്നു വരാൻ തീരുമാനിച്ചു വീട്ടിലോട്ട്. നടന്നു വരുന്നതിൻ്റെ ഇടയിൽ പുള്ളിക്കാരിക്ക് ഒരു നെഞ്ചുവേദന വരികയും അപ്പം തന്നെ ഒരു കൂട്ടുകാരിയെ കിട്ടി അവിടെ. അവരെയും വിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അവിടുന്ന് ഓട്ടോയിൽ ചെന്ന് അവരെ ആ ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസിൽ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആൻജിയോഗ്രാം ചെയ്ത് പിന്നെ ആൻജിയോപ്ലാസ്റ്റൊക്കെ ചെയ്ത് ഇങ്ങനെ കിടക്കുക. ഞാനപ്പോൾ മമ്മിയോട് പറഞ്ഞു, ഞാനിപ്പോൾ അമേരിക്കയിലായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലായിരുന്നു. ദുബായിൽ വല്ലതും ആയിരുന്നെങ്കിൽ ഞാൻ വിളിച്ച് ഫോൺ ചെയ്തിട്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ, വരേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞാൽ മമ്മിക്ക് ഇപ്പം ഹാപ്പിയാണ് നമ്മളൊക്കെ. ഇപ്പോൾ പരിവാറിൽ ഇപ്പോൾ ജഗദീഷ് ചേട്ടനുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ, അത് പരിവാറിലല്ല, അത് തൊട്ട് മുൻപ് നമുക്ക് പുരുഷപ്രയത്തിലാണെങ്കിലും ഒരാൾ SI ഒരാൾ കോൺസ്റ്റബിൾ ആയിട്ടുണ്ടായിരുന്നു. ആ ജേണി ഒന്നാമത്തെ അത്രയും സിനിമകൾ ഹ്യൂമറസ് ആയിട്ടുള്ളതും സീരിയസ് ആയിട്ടുള്ളതും ഒക്കെ ഡീൽ ചെയ്തിട്ടുള്ള ജഗദീഷ് ചേട്ടൻ. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മുപ്പൊരു വല്ലാത്ത ലെവലിലാണ്. ഏത് സിനിമ എടുത്ത് നോക്കിയാലും ജഗദീഷ് ചേട്ടൻ്റെ പ്രസൻസ് നമുക്ക് കാണാം. അപ്പോൾ ഇന്ദ്രൻ ചേട്ടനും അതെ. അപ്പോൾ എഗെയിൻ ഇവരുടെ കൂടെയുള്ള ഒരു കോമ്പിനേഷൻ, അതിനെ കുറിച്ചിട്ട് ആസ് എൻ ആക്ട്രസ് അവർ എത്ര സീനിയേഴ്സ് ആണ്, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ജഗദീഷ് ചേട്ടനെയും ഇന്ദ്രൻ ചേട്ടനെയൊക്കെ ഞാൻ പരിചയപ്പെട്ടതിന് ശേഷം ജഗദീഷ് ചേട്ടനുമായിട്ട് അടുക്കുന്നത് പുരുഷപ്രായത്തിൻ്റെ സമയത്താണ്. ഇന്ദ്രൻ ചേട്ടനെ എനിക്ക് അതിന് മുമ്പേ ഞങ്ങൾ സിനിമകളിലൊക്കെ ഒന്നിച്ച് അഭിനയിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇവരോടൊക്കെ കുറച്ച് അടുക്കാൻ തുടങ്ങിയ സമയത്ത് ഇവർ രണ്ടുപേരും സീരിയസ് വേഷങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ദ്രൻ ചേട്ടനും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്യുന്നു, ജഗദീഷ് ചേട്ടനും വളരെ സീരിയസ് ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്യുന്നു. നമ്മൾ ഇവരെ കാണുന്നത് മുഴുവൻ അങ്ങനെയാണ്. അപ്പം ലൊക്കേഷനിൽ നമുക്ക് ഇതിൻ്റെ റിഫ്ലക്ഷൻസാണ് കിട്ടുക. കാരണം പണ്ട് ഇവരൊക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, ഒരു ടീം. എല്ലാവരും ഇപ്പോൾ സിദ്ദിഖ്, ജഗദീഷ്, മുകേഷ് ഏട്ടൻ, ജയറാം എന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാം ഒന്നിച്ചാണല്ലോ. അപ്പം ലൊക്കേഷനിൽ ഭയങ്കര ചിരിയും കളിയും തമാശയൊക്കെ ആയിരുന്നിരിക്കണം. ഇപ്പം ഇവരൊക്കെ ഒറ്റയ്ക്ക് വേറെ വേറെ പടങ്ങളൊക്കെ ചെയ്തു. ഇപ്പം നമ്മൾ കാണുമ്പോൾ ഇവരെല്ലാം സീരിയസ് ആണ്. നമ്മളിങ്ങനെ സീരിയസ് ആയിട്ടുള്ള ആൾക്കാരാണ് കാണുന്നത്. ജഗദീഷ് ചേട്ടനോടൊക്കെ ഞാൻ പുരുഷപ്രേതമൊക്കെ അഭിനയിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയിരുന്ന പഴയ സിനിമകൾ കാണുമ്പോൾ ഞാൻ ഈ ജഗദീഷ് ചേട്ടനാണോ ആ ജഗദീഷ് ചേട്ടൻ? അത് നമ്മൾ ഓർത്തു. കാരണം എന്തൊരു രസമായിട്ടാണ് ഹ്യൂമറുകൾ ചെയ്തത്. ഞാൻ ഓർക്കും, ദൈവമേ ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റി ആ ജഗദീഷ് ചേട്ടൻ. അപ്പോൾ എനിക്ക് ഇവർ ഇന്ന് ചെയ്യുന്ന സീരിയസ് വേഷങ്ങൾ കാണുമ്പോൾ നമ്മൾ പറയും, ഇപ്പോൾ പലരും പറയും ഇന്ദ്രൻസ് എന്ന് പറഞ്ഞ നടനെ അംഗീകരിച്ചത് ഇപ്പോഴാണ്, ജഗദീഷ് ചേട്ടൻ എന്ന് പറഞ്ഞ നടനെ ഇപ്പോഴാണ് സിനിമ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ പറയും. ആക്ച്വലി സീരിയസ് വേഷങ്ങൾ കാട്ടിലു കൂടുതൽ എഫേർട്ടുള്ളത് ഹ്യൂമർ വേഷങ്ങൾ ചെയ്യാനാണ്. ശരിക്കും സിനിമ ഇവരെ യൂസ് ചെയ്ത് കഴിഞ്ഞു. കാരണം അന്നത്തെ കാലത്ത് ഇവർക്ക് രണ്ടുപേർക്കും കിട്ടിയിട്ടുള്ള ഹ്യൂമർ വേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോഴും റിലീഫ് തരുന്നത് ആ സിനിമകളും ആ സീനുകളുമാണെന്ന് ഓർത്ത് നോക്കണം. അപ്പം എനിക്ക് അത്ഭുതമാണ് ഇവർ പണ്ട് ചെയ്ത ഇവരുടെ പഴയ സിനിമകളൊക്കെ കാണുന്നു. ഞാൻ ഓർക്കും, അയ്യോ ആ ജഗദീഷ് ചേട്ടനല്ലേ ഈ ജഗദീഷ് ചേട്ടൻ, രണ്ടും രണ്ടാൾക്കാരാണെന്ന്. അതാണ് ഞങ്ങൾ പരിവാറിൽ ഞാൻ കണ്ട അനുഭവം. പഴയ ജഗദീഷ് ചേട്ടനെയൊക്കെ നമുക്ക് അതിനകത്ത് കാണാം. അടിപൊളി. ഇന്ദ്രൻ ചേട്ടൻ ഇന്നത്തെ ഇന്ദ്രൻ ചേട്ടനിൽ നിന്നുകൊണ്ട് പഴയ ഹ്യൂമർ ചെയ്തിട്ടുണ്ട്. അത് കാരണം ഇന്ദ്രൻ ചേട്ടൻ്റെ ക്യാരക്ടറും ജഗദീഷ് ചേട്ടൻ്റെ ക്യാരക്ടറും രണ്ട് രീതിയിലാണ് ഹ്യൂമർ വർക്കൗട്ട് ആക്കുന്നത് പരിവാറിൽ. ഇന്ദ്രൻ ചേട്ടൻ നമ്മൾ ഇന്നിപ്പോൾ സിനിമകളിൽ കാണുന്ന സീരിയസ് ഇന്ദ്രൻ ചേട്ടനില്ല, പുള്ളി സീരിയസ് ആണ്, പക്ഷെ നമുക്ക് ചിരി വരും. ജഗദീഷ് ചേട്ടൻ നേരെ ഓപ്പോസിറ്റാണ്. ഐ മീൻ പഴയകാലത്തെ മണ്ടത്തരങ്ങൾ സീരിയസ് ആയിട്ട് പറയുന്ന ജഗദീഷ് ചേട്ടൻ. പക്ഷെ അയാൾ ഭയങ്കര ബുദ്ധിമാനാണ്. ഭയങ്കര ബുദ്ധിമാനാണ്. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ചിരി. ഇത് ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്കും മൂന്നാമത്തെ ഒരു സഹോദരനായിട്ട് അവിടെ നിൽക്കാൻ പറ്റിയല്ലോ. അത് സത്യം. അയ്യോ അടിപൊളി. അപ്പോൾ ഇതിലേക്ക് അഭിനയിക്കാനായിട്ട് പറഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ തേടിപ്പോയതാന്ന് പറഞ്ഞാലും സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറുമായിട്ടുള്ള എന്തൊക്കെയാണ് ഇൻപുട്സ് തന്നത് ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ചിട്ട്? ഉത്സവം ഭഗതും വളരെ ആത്മവിശ്വാസമുള്ള രണ്ട് ചെറുപ്പക്കാരാണ്. അവർക്ക് അവരുടെ സിനിമയെ പറ്റി കൃത്യമായ ധാരണയുണ്ട്. നമുക്ക് പല സംശയങ്ങളും സിനിമയെ പറ്റിയുണ്ട്. ഇത് മതിയോ,
ഈ സീൻ ഇത്രയും മതിയോ, നമുക്ക് കുറച്ചും കൂടെ കയറ്റണ്ടേ, ചില സീനുകൾ നമുക്ക് ഇത്രയും വേണോ, നമുക്ക് ഇച്ചിരി സട്ടിലായിട്ട് പോരെ. അപ്പോൾ അവർ ചിലതൊക്കെ ഇംപ്രവൈസേഷൻസൊക്കെ അവർ ഓക്കെയാണ്, ഭയങ്കര ഹാപ്പിയാണ്. ചിലത് അവർ പറയും വേണ്ട ഏട്ടാ, ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത്, ഇത് ഇത്രയും കയറ്റി ചെയ്യണം, ഇത് ലൗഡായിട്ട് തന്നെ പോകണം, നമ്മൾ ഇന്നൊക്കെയാണ് ഉദ്ദേശിച്ചത്. ചില സീനുകൾ കാണുമ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ പഴയ സിനിമകളിൽ വന്നിട്ടുള്ള തരത്തിലുള്ളതല്ലേ. അപ്പം പറഞ്ഞു ചേട്ടാ പഴയ സിനിമകളിൽ വന്നിട്ടുണ്ട്, സമ്മതിച്ചു. ചേട്ടൻ ഒരു 10 വർഷത്തിനകത്ത് ഏതെങ്കിലും സിനിമയിൽ ഇത് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പം ഞങ്ങളുടെ ജനറേഷനിലുള്ള ആൾക്കാരും ഇതൊക്കെ ഒന്ന് കാണട്ടെ. അപ്പം അങ്ങനെ ഉദ്ദേശത്തോടു കൂടി ചെയ്തിട്ടുള്ള പല സീനുകളും ഉണ്ട്. ഇതിനൊരു മ്യൂസിക്കിന്റെ സപ്പോർട്ട് എങ്ങനെയായി സിനിമയ്ക്ക്? ബിജിപാൽ ചേട്ടനാണ് പാട്ടുകൾ ചെയ്തിരിക്കുന്നത്, സന്തോഷ് വർമ്മയാണ് ലിറിക്സ് എഴുതിയേക്കുന്നത്. ഇപ്പോൾ ഇറങ്ങിയ ഒരു ലവ് സോങ് ഇറങ്ങിയിട്ടുണ്ട്, അതിൻ്റെ ലിറിക്സ് ഭയങ്കര രസകരമാണ്. അത് സൂക്ഷിച്ച് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഭയങ്കര രസമുള്ള ലിറിക്സാണ്. പഴയ ചില ഒബ്ജക്ട്സ് ഭയങ്കരമായിട്ട് അതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പാട്ടുകൾ നല്ല പാട്ടുകളാണ്, പക്ഷേ ഇതൊന്നും പാട്ടുകളായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒറ്റ പാട്ടേ ഉള്ളൂ, ബാക്കിയൊക്കെ സന്ദർഭത്തിനനുസരിച്ച് വരുന്ന പാട്ടുകളാണ്. അതിന് കുറച്ചൊക്കെ നമുക്ക് സിനിമയിൽ കേൾക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ അല്ലേ? ഓക്കെ, ഫൈൻ ഫൈൻ. ലൈക്ക് മധുരരാജയിൽ സണ്ണി ലിയോണിൻ്റെ കൂടെ ഡാൻസ് ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ്. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ പറഞ്ഞു, ഞാനിങ്ങനെ അവിടെ നിന്ന് ആടി വന്നു, ഞാൻ എന്തൊക്കെയോ കാണിച്ചു, എന്താണെന്നൊന്നും അറിയത്തില്ല, എന്തൊക്കെയോ കാണിച്ച് ലാസ്റ്റിൽ എനിക്ക് ഈ ക്രിക്കറ്റ് കളിയും ബാഡ്മിൻ്റൺ കളിയൊക്കെ ഉണ്ടായിരുന്ന സമയമുണ്ട് ഭയങ്കര മുട്ടുവേദനയുണ്ട്. ഒരു പോയിന്റിൽ ഞാനിങ്ങനെ ഡാൻസ് ചെയ്തിങ്ങനെ ഹാഫ് സിറ്റിംഗ് പോർഷനിൽ എത്തിയിട്ട് എന്തോ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ മുട്ടുവേദന കൂടിയിട്ട് ഞാനങ്ങ് വീണ് പുറയിലോട്ട്. ആ വീണത് കറക്റ്റ് പാട്ടിൻ്റെ എൻഡായിരുന്നു. എന്നാ ടൈമിംഗ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊന്നും മുട്ടുവേദന കൂടി വീണതാണെന്നുള്ള രഹസ്യം ഞാൻ ഇപ്പോഴാണ് പറയുന്നത്, ഇവിടെ ഞാൻ വെളിപ്പെടുത്തുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരും കൈയൊക്കെ അടിച്ച് ഭയങ്കര ഹാപ്പിയായി പൊളിച്ച് മറ്റേത് മറിച്ചെന്ന് പറഞ്ഞാൽ മമ്മൂക്ക ഉൾപ്പെടെ ഇങ്ങനെ കൈയൊക്കെ കാണിച്ച് പോയി. അപ്പോൾ ഞാൻ ചെന്ന ദിവസം തൊട്ട് ഈ സണ്ണി ലിയോൺ എന്നുള്ള പേര് ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവരോടൊരു ഫോട്ടോ എടുക്കണം, എല്ലാവരും ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നുണ്ട്, പക്ഷേ മൊബൈൽ ഫോൺ ഒന്നും അതിനകത്തോട്ട് കയറ്റാൻ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കുന്നത്, പുള്ളിക്കാരി എല്ലാവരുടെയും കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് എന്നിട്ട് അവർ ഷൂ എന്ന് പറഞ്ഞങ്ങ് പോവുകയും ചെയ്തു. എല്ലാവരും കൂടെ ഫോട്ടോ എടുത്തപ്പോൾ ലാസ്റ്റിലാണ് ഞാനും ഒരു ഫോട്ടോ എടുക്കാൻ. അപ്പം എനിക്ക് ഒറ്റയ്ക്ക് ചോദിക്കാനും മടി. അപ്പം ഞാൻ വൈശാഖനോട് പറഞ്ഞു, എന്നാൽ നമുക്കൊരു ഫോട്ടോ എടുക്കാം. ഒരു ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഷൂ എന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഓർത്ത് ദൈവമേ, ലോകം മൊത്തം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സണ്ണി ലിയോൺ അതാ എൻ്റെ മുമ്പിൽ നിന്നും പോയി, ഒരു വർത്തമാനം പോലും പറയാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെയുള്ളൊരു സാധനത്തിന് നിന്നപ്പം സൈജു നവീനും എന്നോട് വന്ന് പറഞ്ഞു, പ്രശാന്തെ പൊളിച്ചു കേട്ടോ, നന്നായിട്ട് ചെയ്തു, എല്ലാവരും കൈയടിച്ച് ഭയങ്കരമായിരുന്നു. നീ വീണ് കിടന്നപ്പം സണ്ണി നിന്നെ ഇങ്ങനെ ഹഗ് ചെയ്തിട്ടാണ് എഴുന്നേറ്റത്, എല്ലാം അടിപൊളിയായിരുന്നു. ഞാൻ ചോദിച്ചു ഹഗ് ചെയ്തോ? എപ്പോ പറഞ്ഞു. നീ വീണ് കിടന്നപ്പോൾ പുള്ളിക്കാരി അത് എക്സ്പെക്ട് ചെയ്തില്ല, ഞാൻ അങ്ങനെ വീഴുമെന്ന് എക്സ്പെക്ട് ചെയ്തില്ല. അപ്പം കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരിയും ഭയങ്കരമായിട്ട് ചിരിച്ചു. കട്ട് പറഞ്ഞപ്പം പുള്ളിക്കാരിയും ഭയങ്കരമായിട്ട് ചിരിച്ചിട്ട് ഇങ്ങനെ കുനിഞ്ഞെൻ്റെ 2 തോളത്തും ഇങ്ങനെ ഒന്ന് ഇത് ചെയ്തിട്ടാണ് വന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ ഇടാവേ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ, വീഡിയോ എടുത്തോ നിങ്ങൾ ആരെങ്കിലും? ഇല്ല, അന്ന് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, മൊബൈലകത്ത് കയറ്റാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, ഷോ നിങ്ങളെ കണ്ടുള്ളൂ, നിങ്ങളെ മാത്രമേ കണ്ടുള്ളൂ. അതായിരുന്നു ആ ഒരു മെമ്മറി അല്ലേ? ഓ നൈസ്. അതുപോലെ ഫിലിം ഫെയർ അവാർഡിൽ ഡോമിനേറ്റ് ചെയ്യപ്പെട്ട് മമ്മൂക്കയുടെ ഒപ്പം നിന്ന അതൊക്കെ അതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ എന്താണ് ഫീൽ ചെയ്തത്? അയ്യോ, ഇത് പറയാനുണ്ടോ? ഇതൊരു ഭയങ്കര സന്തോഷമല്ലേ. ഞാൻ വേറെ ഏതോ ലോകത്തായിരുന്നു ആ ദിവസങ്ങളിലല്ല. ആ ദിവസം അതായത് നോമിനേഷൻ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് വേറെ ഏതോ ലോകത്തായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടത്തില്ല എന്ന ഏകദേശം ഒരു ഊഹം എനിക്കുണ്ടായിരുന്നു. മമ്മൂക്കയ്ക്ക് തന്നെയാണ് സാധ്യത, കാരണം മമ്മൂക്ക ആ ലെവൽ പടങ്ങൾ 2 എണ്ണമാണ്, 2 പടങ്ങൾക്കാണ് മമ്മൂക്കയ്ക്ക് നോമിനേഷൻ ഉണ്ടായിരുന്നത്. അപ്പം പിന്നെ മമ്മൂക്കല്ലേ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അതിനേക്കാളുപരി മമ്മൂക്കയുടെ തൊട്ടിപ്പുറത്ത് നമുക്ക് ഇരിക്കാൻ പറ്റിയില്ലേ. അപ്പം അത് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. മമ്മൂക്കയുടെ ഫലകം ഞാൻ കയറി പിടിച്ച് നോക്കുകയൊക്കെ ചെയ്തു. അതെല്ലേ, അയ്യോ സോ സ്വീറ്റ്. ആക്ച്വലി അപ്പോൾ ആ ഒരു സിനിമ തീർച്ചയായിട്ടും അതിൻ്റെ ഡയറക്ടറെ കൃഷ്ണാന്ത് നമ്മളെടുത്ത് പറയേണ്ടതും കൂടി ഉണ്ടല്ലേ. ആ ഒരു കോമ്പിനേഷൻ എങ്ങനെയാണ്, നിങ്ങളൊരു പരിചയം ഒക്കെ, ആ ഒരു ഫ്രണ്ട്ഷിപ്പ്? കൃഷ്ണാന്തിൻ്റെ ആദ്യത്തെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, വൃത്താകൃതിയിലുള്ള ചതുരം. അതിന് മുമ്പാണ് ഞങ്ങൾ സുഹൃത്തുക്കളാവുന്നത്. അതിനുശേഷം പുരുഷപ്രേതം ചെയ്തു. പിന്നെ കൃഷാന്തിൻ്റെ 4 സംഘം എന്ന് പറഞ്ഞ ഒരു സീരീസിൽ ഞങ്ങളിപ്പം അതിനകത്തും എനിക്ക് കൃഷാന്ത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ഐറ്റം പരിപാടിയാണ് തന്നേക്കുന്നത്. അടുത്ത പടത്തിലുണ്ടോ ആ സീരീസും മലയാളത്തിൽ ഒരു ബെഞ്ച് മാർക്ക് ആവാൻ സാധ്യതയുള്ള സീരീസായിട്ടാണ് ഞാൻ അതിനെ നോക്കി കാണുന്നത്. അതൊരു
പുതിയ പരിപാടി തന്നെ ആയിരിക്കും മലയാള സീരീസ് ചരിത്രത്തിൽ. എന്താ സീരീസിന്റെ പേര്? 4.5 സംഘം. 4.5 സംഘം. സംഭവ വിവരണം 4.5 സംഘം എന്നാണ് കൃഷ്ണാന്തന്റെ പടത്തിന്റെ പേരുകളൊക്കെ എങ്ങനെയാണല്ലോ. ആദ്യത്തെ സിനിമ വൃത്താകൃതിയിലുള്ള ചതുരം, രണ്ടാമത്തെ സിനിമ ആവാസ വ്യൂഹം, ആർബിറ്റ് ഡോക്യുമെന്ററി ഓഫ് അങ്ങനെ എന്താ അതിന്റെ ഇംഗ്ലീഷ് ഉണ്ട്, അത് നമുക്ക് പിന്നെ പോസ്റ്റർ നോക്കി മനസ്സിലാക്കാം. 4.5 സംഘം അതുപോലെ തന്നെ സംഭവ വിവരണം 4.5 സംഘം, ദ ക്രോണിക്കിൾസ് ഓഫ് 4.5 ഗാങ്സ് എന്ന് പറയുന്നു. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് പേരുകളാണ്. പിന്നെ മസ്തിഷ്ക മരണം എന്ന് പറഞ്ഞൊരു പടം പുള്ളി ഇപ്പോൾ ചെയ്യാൻ പോകുന്നുണ്ട്. ഇത്രയും എന്നെക്കാട്ടിലൊക്കെ ഒത്തിരി ഇളയതാണ് കൃഷ്ണാന്ത്. ഇത്രയും കൃഷ്ണാന്തിനെക്കാട്ടിൽ എത്രയോ വർഷങ്ങൾ ചിന്ത കൊണ്ടും ബുദ്ധി കൊണ്ടും ഞാൻ പുറയിലാണെന്ന് എനിക്ക് കൃഷ്ണാന്തിനോട് വർത്തമാനം പറയുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഞാൻ പിന്നെ ഒരു സൈലൻസ് ഒക്കെ ഇട്ട് ഈ ബുദ്ധി അങ്ങ് പിടിക്കും. കൃഷ്ണാന്തും ഫാമിലിയും വളരെ ക്ലോസ് ആണ്. ഇപ്പം നമ്മൾ കണ്ടതൊക്കെ വെറും ട്രെയിലറുകൾ മാത്രമാണ്. കൃഷ്ണാന്തിൻ്റെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കൃഷ്ണാന്തിൻ്റെ ഒരു സിനിമയിൽ എന്തെങ്കിലും ഒരു പുതിയ എനിക്ക് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നതുകൊണ്ട് ഞാൻ പറയല്ല. നമ്മൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുമ്പോൾ നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടുണ്ട്, പുരുഷപ്രേതം വരെയും നമുക്ക് മനസ്സിലായിട്ടുണ്ട്, ബഡ്ജറ്റ് കൺസ്ട്രെയിൻഡ് ആയിട്ടാണ് കൃഷ്ണാന്ത് പടം ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം പല കുറുക്കു വഴികളും കണ്ടെത്തിയിട്ടുണ്ട്, ബഡ്ജറ്റിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ. അതിൽ നിന്ന് ഇച്ചിരി വലിയൊരു സിനിമ ചെയ്തത് പുരുഷപ്രേതമാണ്. അതിൽ പോലും നമ്മൾ ഇട്ട ബഡ്ജറ്റിൻ്റെ ഇരട്ടി റിസൾട്ട്, ഇരട്ടി പണം അല്ലെങ്കിൽ ഇരട്ടി വാല്യൂ ഉള്ള സീൻസ് അദ്ദേഹം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി അദ്ദേഹം കുറേ കുറുക്കു വഴികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ സീരീസ് ഷൂട്ട് ചെയ്തു, സീരീസിന് നല്ല ബഡ്ജറ്റുള്ള സീരീസാണ്, പക്ഷേ ആ ബഡ്ജറ്റിൻ്റെയും എത്രയോ വാല്യൂ ഉള്ള സാധനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അവിടെയും അദ്ദേഹം കുറുക്കു വഴികൾ കണ്ടുപിടിച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണാന്തിൻ്റെ മീൻസ് ഈ ബഡ്ജറ്റിൻ്റെ കൺസ്ട്രെയിൻസ് ഇല്ലാതെ കൃഷ്ണാന്ത് ചെയ്യുന്നൊരു സിനിമ എന്ന് പറയുന്നത് സംഭവിക്കും. ഭയങ്കര വിഷ്വൽ സംഭവമായിരിക്കും നമ്മൾ കാണുന്നത്. വിഷ്വലിയും അത് എല്ലാവർക്കും മനസ്സിലാവുന്ന എന്തെങ്കിലുമൊക്കെ അതിലുണ്ടാവും എന്നുള്ളതാണ്. എല്ലാ സെഗ്മെൻ്റ് ആൾക്കാർക്കും എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന സിനിമകളാണ് കൃഷ്ണാന്ത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ക്രിക്കറ്റ് ഒരു സൈഡിൽ ഭംഗിയായിട്ട് പോവട്ടെ, അതിൻ്റെ ഒപ്പം തന്നെ ഏറ്റവും ഡ്രീമായിട്ടുള്ള സിനിമയിൽ ഒരുപാട് വലിയ വലിയ റോളുകൾ ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു. ആൻഡ് പരിവാറിലെ വാർ കാണാൻ ഞങ്ങൾ റെഡിയാണ്. നിങ്ങളുടെ പ്രേക്ഷകരുടെ അടുത്ത് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ളത്, പരീക്ഷാകാലമാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒരു ക്ലാസ് ടെസ്റ്റ് നടക്കുമ്പോൾ പോലും പേരൻസിനെ വീടിൻ്റെ വെളിയിൽ കാണാൻ കിട്ടാറില്ല. അപ്പോഴാണ് ഇപ്പോഴത്തെ മെയിൻ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് എല്ലാവരും ടെൻഷനിലാണെന്നും സിനിമയ്ക്കുള്ളൊരു സമയം അവർക്കുണ്ടോ എന്നുള്ളൊരു വലിയ സംശയം എനിക്കുണ്ട്. എങ്കിലും നമുക്ക് ഒരു വീക്കെൻഡെങ്കിലും ഒരല്പം റിലാക്സ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പരിവാറിന് വേണ്ടി മാറ്റിവെക്കണം. കുറേ കാലത്തിന് ശേഷം വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള കുറച്ച് പോസ്റ്റേഴ്സ് നമ്മൾ കാണുന്നത് പരിവാറിൻ്റെയാണ്. ഞാൻ ആസ് ആൻ ഓഡിയൻറ്റ് ഞാൻ പറയാണ്, വെറുതെ കണ്ടിരിക്കാൻ പറ്റുന്നൊരു ട്രെയിലർ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ശരി കൊള്ളാലോ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് പ്ലസൻ്റായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്നൊരു ട്രെയിലർ നമ്മൾ കണ്ടു, പ്ലസൻ്റായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്നൊരു പാട്ട് കണ്ടു, പോസ്റ്റേഴ്സും അതുപോലെ തന്നെ ഒരു സംഭവം. അതിനകത്ത് കൈയെടുക്കുന്ന അടിക്കാനൊക്കെ നിൽക്കുന്ന സാധനങ്ങളുണ്ടെങ്കിൽ നമുക്കറിയാം അതിനകത്ത് ചിരിയാണ് ഒളിഞ്ഞിരിക്കുന്നുള്ളത്. അപ്പോൾ ഒന്ന് വന്ന് ചിരിക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്ക്. ചിരിച്ച് ചിലപ്പോൾ ബിരിയാണി കിട്ടിയാലോ. പരിവാർ മൂവി ഒരു റിലാക്സേഷൻ തെറാപ്പി ആയിട്ട് നമുക്ക് കാണാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.